ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ച് ജയത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി വായിക്കുന്നു. യോശുവ 1:7. എൻ്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. മഹത്വപൂർണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം യോശുവയെ വേർതിരിക്കുമ്പോൾ യോശുവയോട് കൽപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് ഈ തിരുവചനത്തിനകത്ത് നാം വായിച്ചത്. ഈ വലിയ വാക്യത്തിൽ നിന്ന് ഒരു പദം അടർത്തിയെടുത്ത് 1-2 കാര്യങ്ങൾ ഈ പ്രഭാതത്തിലുള്ള ചിന്തയ്ക്ക് വേണ്ടി ധ്യാനിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നു, നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന്. ആമേൻ. അപ്പോൾ ദൈവജനത്തെക്കുറിച്ച്, പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച്, ദൈവിക ശുശ്രൂഷകരെ കുറിച്ച് ഒരാഗ്രഹവും ഇഷ്ടവുമുണ്ട്. ചെല്ലുന്ന ഇടത്ത് നാം ശുഭമായിരിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, നാം എത്തിച്ചേർന്ന ഇടത്ത്, ഇപ്പൊ പാർക്കുന്ന ഇടത്ത്, നാളുകളിൽ നാം എത്തിച്ചേരേണ്ട ഇടത്ത് ശുഭമായിരിക്കണമെന്നുള്ളത് ദൈവിക ഇഷ്ടങ്ങളിൽ ഒന്നാണെന്ന് നാം തിരിച്ചറിയണം. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, നീ ചെല്ലുന്ന ഇടത്ത് ശുഭമായിരിക്കേണ്ടതിന്. ആമേൻ. നല്ലൊരു അഡ്മിഷനോ, നല്ലൊരു ജോലിയോ, നല്ലൊരു വിവാഹമോ, നല്ലൊരു വീടോ അധ്വാനിച്ച് പാടുപെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് നേടിയെടുക്കാം, അല്ലെങ്കിൽ അതിലോട്ടൊക്കെ പ്രവേശിക്കാം. എന്നാൽ അവിടോട്ട് ചെല്ലുമ്പോൾ അവിടെ ശുഭമായി നന്മകൾ അനുഭവിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചെല്ലുന്ന ഇടത്ത് ശുഭമായിരിക്കണം. നമുക്കറിയാം, ആരംഭമൊക്കെ നല്ലതായിരുന്നെങ്കിലും അവസാനം ശുഭത ലഭിക്കാതെ പോയ അനേകം പേരെ തിരുവചനത്തിനകത്ത് കാണാം. ഏലി പുരോഹിതനായിരുന്നെങ്കിലും ജീവിതത്തിൻ്റെ അവസാനം എത്തപ്പെട്ട ഇടങ്ങളിൽ ശുഭതയില്ലാതെ അവസാനിക്കേണ്ടി വന്നു. യൂദ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എത്തിയെങ്കിലും യൂദയുടെ അവസാനം ശുഭമായിരുന്നില്ല. യൂദ ശുഭതയില്ലാത്തൊരവസാനത്തിലാണ് ചെന്ന് എത്തിയത്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, ശുഭമില്ലെന്ന്. വീട് കിട്ടിയതിന് ശേഷം, ജോലി കിട്ടിയതിന് ശേഷം, പിള്ളേരെ കിട്ടിയതിന് ശേഷം, കല്യാണം കഴിച്ചതിന് ശേഷം സ്വസ്ഥതയില്ല, സന്തോഷമില്ല, ശുഭത അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് ആവലാതിയോടെ പറയുന്ന ധാരാളം പേരെ നമുക്ക് കാണുവാനായി കഴിയും. എന്നാൽ തിരുവചനം എഴുതിയിരിക്കുന്നു, ദൈവം നമുക്ക് ശുഭത നൽകി തരുവാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിനകത്ത്, അവർ പഠിക്കാൻ പോകുന്ന ഇടങ്ങളിൽ ഒക്കെ ശുഭമായിരിക്കണം. അത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിനകത്ത് യോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ദൈവം യോസഫിനോട് കൂടെ ഇരുന്നു. അതുകൊണ്ട് അവൻ പോയ ഇടത്തെല്ലാം കൃതാർത്ഥനായി, അഥവാ ദൈവം അവന് ശുഭത കൊടുത്തു. എത്ര വലിയ വെല്ലുവിളികളാണ് യോസഫ് ജീവിതത്തിൽ നേരിടേണ്ടി വന്നത്. വലിയ പ്രതിസന്ധികളാണ് ഓരോ സമയങ്ങളിലും തരണം ചെയ്യേണ്ടി വന്നത്. പക്ഷേ ആ സമയങ്ങളിലൊന്നും ദൈവം അവനെ കൈവിട്ടില്ല. ദൈവം അവനെ വിട്ട് ഓടിയകന്നില്ല. അതവൻ്റെ ജീവിതത്തിൽ ശുഭത ലഭിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ദൈവവേദലേ, ദൈവം നമ്മോട് കൂടെ ഇരുന്നാൽ നാം ശുഭമായിരിക്കുമെന്ന് ഈ രാവിലെ തിരിച്ചറിഞ്ഞ് മുൻപിലേക്ക് പോകാൻ
പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ. ആമേൻ. ബൈബിളിനകത്ത് ശുഭമായി പാർത്ത, ശുഭമായി മുൻപിലേക്ക് പോയ, ശുഭതയുള്ള ഇടങ്ങളിൽ എത്തപ്പെട്ട അനേകം പേരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രഭാതം നാം എത്തപ്പെടുന്ന ഇടങ്ങളിൽ, നാം കടന്നു ചെല്ലുന്ന സ്ഥലത്ത് ശുഭത പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ കൈക്ക് പിടിച്ച് അനുഗ്രഹിക്കുന്ന ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. 3 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അവിടെ എഴുതിയിട്ടുണ്ട്. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണം. രക്ഷിക്കപ്പെട്ടൊരു മനുഷ്യന്റെ ആത്മാവ്, സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചൊരു മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം നിത്യതയെക്കുറിച്ചുള്ള ചിന്ത അവന് ശുഭത നൽകും. എന്നാൽ യോഹന്നാൻ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന് ശുഭത ലഭിക്കണമെന്ന് മാത്രമല്ല, സകല വിഷയങ്ങൾക്കകത്തും നാം ശുഭമായി പാർക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ദൈവിക ശുഭത അനുഭവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ദൈവം നമ്മോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അരാമ്യ പടക്കൂട്ടം ദൈവജനത്തിന് നേരെ യുദ്ധത്തിന് വേണ്ടി വന്നു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഈ അരാമ്യർ ദൈവജനത്തിന് നേരെ യുദ്ധത്തിന് വന്നു. ആ സമയങ്ങളിലെല്ലാം പ്രവാചകൻ രാജാവിനോട് ആലോചന പറഞ്ഞ് അവരെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാനിടയായി തീർന്നു. നിങ്ങൾക്കറിയാമോ, ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടു പോകാമായിരുന്ന സാഹചര്യത്തിൽ ദൈവാലോചന അവരെ രക്ഷിക്കുവാനിടയായി തീർന്നു. ബൈബിൾ പറയുന്നു, പിന്നെ ശത്രു അഥവാ അരാമ്യർ അവിടോട്ട് വരാതെ വണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അവരുടെ ശിഷ്ടകാലം ശുഭമായി കഴിച്ചു കൂട്ടുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ എത്തുന്ന ഇടങ്ങളിൽ ശുഭമായിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, ദൈവത്തിന്റെ ആലോചനകൾ, ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. എവിടെ എത്തപ്പെട്ടാലും അവിടെ ശുഭമായി മുൻപോട്ട് പോകുവാൻ ദൈവം ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. പൊന്നുകരങ്ങളിൽ വഹിക്കണമേ, നന്മകളെ കൊടുക്കണമേ. ശുഭമായി ജീവിക്കുവാൻ സകലരെയും സഹായിക്കും, ബലപ്പെടുത്തും. ബലമുള്ള കരങ്ങളിൽ വഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.